മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് തീരമേഖലകളിൽ കടൽക്ഷോഭം ശക്തം. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളുടെ തീരമേഖലകളിലാണ് കടലാക്രമണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ പ്രദേശങ്ങളായ വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുതോപ്പ് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷം. പല വീടുകളും കടലെടുത്തു കഴിഞ്ഞു. കാലവർഷം ശക്തമായതോടെ കടൽ പ്രക്ഷുബ്ധമാണ്. ആദ്യമേ ചെയ്യണമായിരുന്നു. എത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീര് കുടിക്കുന്നത്? പഠിക്കുന്ന മക്കളുണ്ട്, വലിയ കോളേജിൽ പോണ മക്കളുണ്ട്, ജോലി ചെയ്യുന്ന മക്കളുണ്ട്. ഈ തീരദേശവാസികൾക്ക് 10 ലക്ഷം രൂപ തന്ന ഒരിക്കലും സർക്കാരിന് നമുക്കൊരു ഭൂമി എടുക്കാൻ പറ്റത്തില്ല. എറണാകുളം ജില്ലയിൽ തീരപ്രദേശങ്ങളായ എടവനക്കാട്, ഞാറയ്ക്കൽ, നായരമ്പലം, കണ്ണമാലി എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം ശക്തമായിട്ടുള്ളത്. ശക്തമായ തിരമാലയിൽ വീടുകളിൽ വെള്ളം കയറി. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് കടൽ ഭിത്തി ശരിയാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അത് മാറ്റിപ്പാർപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ പുനർഗ്രഹം പരിപാടിയൊക്കെ ഉണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് വിട്ടു പോകാൻ പറ്റില്ല. ഞങ്ങൾ കടലമ്മ ഞങ്ങൾ ചെയ്യാൻ പോണത് നീ വേറെ ഒന്നുമില്ല, എല്ലാം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടി കൊച്ചുകൂടി വരാതെ ഞങ്ങളെല്ലാം കൂടി കരഞ്ഞുകൊണ്ടാണ് പറയണത്. കേരള തീരത്ത് നാളെ രാത്രി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.